24 ബ്രേക്കിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ 2 ടേം നിർബന്ധമാക്കി CPM. തുടർച്ചയായി 2 തവണയിൽ കൂടുതൽ ജനപ്രതിനിധികളായവരെ വീണ്ടും പരിഗണിക്കേണ്ട എന്ന് നിർദ്ദേശം. പ്രത്യേക ഇളവ് വേണ്ടവരുണ്ടെങ്കിൽ മേൽക്കമ്മിറ്റികളുടെ അനുമതി വാങ്ങണം. നവംബർ 5-ന് മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കണമെന്നാണ് CPM കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളടങ്ങിയ സർക്കുലർ ജില്ലാ കമ്മിറ്റികൾക്ക് നൽകിയിട്ടുണ്ട്. ഈ സർക്കുലറിലാണ് 2 ടേം നിബന്ധന കർശനമായി പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തുടർച്ചയായി 2 തവണയിൽ കൂടുതൽ ജയിച്ച് ജനപ്രതിനിധിയായവർക്കാണ് മത്സരവിലക്ക്. ആർക്കെങ്കിലും പ്രത്യേക ഇളവ് നൽകേണ്ടതുണ്ടെങ്കിൽ മേൽക്കമ്മിറ്റികളുടെ അനുമതി വാങ്ങണം. ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇളവ് പരിഗണിക്കുക സംസ്ഥാന സമിതിയാകും. മറ്റുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ജില്ലാ കമ്മിറ്റിയാണ് ഇളവ് നൽകേണ്ടത്. കൂടുതൽ യുവതിയുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും അവസരം നൽകുന്നതിന് വേണ്ടിയാണ് 2 ടേം നിബന്ധന കർശനമാക്കുന്നത്. സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കില്ല. പ്യൂൺ, വാച്ച്മാൻ, കളക്ഷൻ ഏജന്റ് തസ്തികയിലുള്ളവർക്ക് മാത്രമേ ഇളവുണ്ടാകൂ. ഏതെങ്കിലും സഹകരണ ജീവനക്കാർ മത്സരിക്കേണ്ടത് അനിവാര്യമായി വന്നാൽ ലീവ് എടുക്കണമെന്നാണ് നിർദ്ദേശം. ലോക്കൽ ഏരിയ സെക്രട്ടറിമാർ മത്സരിക്കേണ്ടി വന്നാൽ പകരം സെക്രട്ടറി തിരഞ്ഞെടുത്ത ശേഷമേ അനുമതി നൽകാൻ പാടുള്ളൂവെന്നും CPM സംസ്ഥാന സമിതി പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നുണ്ട്. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.